ഹലോ, ഇന്നൊരു വീട്ടിൽ ത്രീ ഫേസ് ചെയ്തിന് അതിൻ്റെ കണക്ഷൻ കിട്ടി. അപ്പോൾ നമ്മൾ ഓരോ ലൈനിലും എത്ര ആംബിയർ എടുക്കുന്നുണ്ട് നോക്കുകയാണ്. ഇപ്പോൾ ഒരു ലൈനിൽ 3 ആംബിയർ എടുക്കുന്നുണ്ട്. അതുപോലെ മറ്റേ ലൈനിൽ നോക്കുമ്പോൾ 4 ആംബിയർ എടുക്കുന്നുണ്ട്. താഴത്തെ ലൈന് ആംബിയർ ബി നോക്കുമ്പോൾ 3 ആംബിയർ എടുക്കുന്നുണ്ട്. ന്യൂട്രലിൽ നോക്കുമ്പോൾ 2.3 ആംബിയർ എടുക്കുന്നുണ്ട്. കാര്യം ന്യൂട്രൽ ഒക്കെപ്പാടെ കൂട്ടി കഴിഞ്ഞാൽ 10 കിട്ടുക. ഏത് ലൈനാണോ ഉള്ളത് ആ ലൈനിൻ്റെ ഒരു ലൈനിൻ്റെ മാത്രമേ കിട്ടുള്ളൂ. കാര്യം 3 ലൈൻ എടുക്കണമെങ്കിലും അതിൻ്റെ സൈക്കിൾ വരക്കുമ്പോൾ ഒന്ന് മാത്രമേ ന്യൂട്രൽ കയറുള്ളൂ. ഒന്ന് ഇടവിട്ടാണ് ന്യൂട്രൽ വരിക. അപ്പോൾ എല്ലാത്തിലും ആംബിയറൊക്കെ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ചാർജർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഇതാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ചാർജർ ചെയ്യുന്ന അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന വയർ കോപ്പറിൻ്റെ വയർ 10ൻ്റെ ആണ്. 10ൻ്റെ കോപ്പറിൻ്റെ വയറാണ് ഇട്ടത്. പിന്നെ മീറ്ററുമൊക്കെ വരുന്ന വയർ ആദ്യം ഒരു 6ൻ്റെ ഇട്ട് പോയി, 10 mm സർവീസ് വയർ ഇട്ട് പോയിന് കേട്ടോ. അപ്പോൾ കമ്പനിക്കാരെ പറ്റൂല, 16ൻ്റെ അലുമിനിയം വയർ തന്നെ ഇടണം പറഞ്ഞിട്ട് സർവീസ് വയർ രണ്ടാമത് നമ്മൾ വാങ്ങിക്കൊടുത്ത് 16 mm സർവീസ് വയറാണ് ഇട്ടത്. അപ്പോൾ ഇനി വയറിങ് ചെയ്യുമ്പോൾ പറയാം, എല്ലാവരും 16 തന്നെ ഇടാൻ നോക്കുക. നമ്മൾ വാങ്ങിക്കൊടുത്താൽ KCBക്കാർ ഇട്ടുതരും, അതിന് യാതൊരു തടസ്സമില്ല. അപ്പം ഇങ്ങനത്തെ കറണ്ട് വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ചാർജ് കിട്ടണമെങ്കിൽ, പെട്ടെന്ന് ചാർജ് കയറണം, ഫാസ്റ്റ് ചാർജ് കയറണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ബായ്. ഒരു കാര്യം പറയാൻ മറന്ന്, വണ്ടി ചാർജിങ്ങിൽ എടുക്കുന്നത് 30 ആംബിയറാണ്. ഏകദേശം 6000-7000 വാട്ട്സ്, അതായത് 7 യൂണിറ്റ് ഒരു മണിക്കൂറിന്. പറയാൻ മറന്നു, സോറി.